ഷീജ, പെൺകുട്ടി നേരിട്ട് SITക്ക് ഇമെയിൽ വഴി പരാതി നൽകുകയായിരുന്നു. മാത്രമല്ല തീർത്തും നീചമായ കുറ്റകൃത്യങ്ങളാണ് ഉന്നയിക്കുന്നത് രാഹുലിനെതിരെ. സാമ്പത്തിക ചൂഷണം, മാത്രമല്ല പീഡന പരാതി എന്നിവ അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഒരു ജനപ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളാണ് ആ ഇമെയിലിലൂടെ പെൺകുട്ടി ഉന്നയിക്കുന്നത്. തീർച്ചയായും ഏതായാലും ഈ പരാതിയെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുകയാണെങ്കിൽ, അതായത് മൂന്നാമത്തെ പരാതിയാണ്. ആദ്യ രണ്ട് കേസുകളിൽ നമുക്കറിയാം ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം, മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു സാഹചര്യമാണ് രാഹുലിനുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് കേസുകളിൽ അറസ്റ്റ് നടക്കുകയില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ആദ്യ കേസിൽ തടഞ്ഞതടക്കമുള്ള നടപടികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പരാതിയുടെ കാര്യത്തിൽ അത് SITക്കാണ് ഇമെയിൽ മുഖേനയാണ് ആ പരാതി ലഭിച്ചത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇമെയിൽ ലഭിച്ച പരാതിന്മേൽ SIT FIR രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ആ പെൺകുട്ടിയുമായി സംസാരിച്ചു, ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് പരിചയപ്പെട്ട് വിവാഹം ചെയ്യാം എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പരിചയപ്പെടുന്നു. അതിനുശേഷം അതിനുശേഷമുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ രീതിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അതായത് ആദ്യം ആ പെൺകുട്ടിയോട് പറയുന്നത് ഈ വിവാഹം നടക്കണമെങ്കിൽ നമുക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളതാണ്. അങ്ങനെ ലൈംഗിക ബന്ധത്തിന് വേണ്ടി കൺവിൻസ് ചെയ്യുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് ആ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് എന്നുള്ള കാര്യമാണ്. പിന്നീട് ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു. ഗർഭിണിയായതിനു ശേഷം ആ പെൺകുട്ടിയെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗർഭചിത്രം അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ പെൺകുട്ടിയുടെ പരാതിയുടെ ഒരു പൂർണ്ണ ചിത്രം അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ രീതിയിൽ അതിനുശേഷം ആ പെൺകുട്ടിയെ വലിയൊരു ട്രോമയിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ്. അതിനിടയിൽ തന്നെ വലിയ തോതിൽ സാമ്പത്തികപരമായി കൂടി ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ ആ രീതിയിൽ പണം ആ പെൺകുട്ടിയിൽ നിന്നും വാങ്ങിയിരുന്നു രാഹുൽ എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എടുത്തു പറയേണ്ടത് SITയുടെ ഒരു നീക്കം തന്നെയായിരുന്നു. കാരണം ഈ പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചിലുള്ള ഈ ഒരു SIT പ്രവർത്തിക്കുമ്പോൾ ഈ SITക്ക് ലഭിച്ച പരാതി, ആ ഇമെയിലിലൂടെ ലഭിച്ച പരാതിയുടെ ഒരു വിവരം പോലും പുറത്തു പോകാതിരിക്കാനുള്ള പ്രത്യേക ജാഗ്രത SIT കാണിച്ചു എന്നുള്ളതാണ്. കാരണം ആദ്യ രണ്ട് കേസുകളുടെ അനുഭവം SITക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു പോകുകയാണെങ്കിൽ വീണ്ടും ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുലിനെ കൃത്യമായ രീതിയിൽ തന്നെ പ്ലാൻ തയ്യാറാക്കി കുരുക്കുക എന്നുള്ളത് തന്നെയാണ് SIT തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്നാമത്തെ പരാതിയിന്മേൽ തുടർ നടപടികൾ ഓരോ ഘട്ടത്തിൽ സ്വീകരിച്ചപ്പോഴും അതീവ രഹസ്യ സ്വഭാവത്തോടെ കൂടി തന്നെ ആ ഒരു പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിലായി പത്തനംതിട്ടയിൽ നിന്നുള്ള സംഘത്തെ അവിടേക്ക് അയക്കുന്നു, പാലക്കാടേക്ക് അയക്കുന്നു. പാലക്കാട് എത്തിയതിനു ശേഷം ആ സംഘത്തിനോട് കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു തരത്തിലും മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് കേവലം 15 മിനിറ്റ് കൊണ്ട് ആ KPM ഹോട്ടലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നതും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നതും അവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നതും AR ക്യാമ്പിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏതായാലും നിർണായകമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മൂന്നാമത്തെ പരാതിയുടെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് അല്പസമയത്തിനകം തന്നെ വരുന്നതായിരിക്കും. ഏതായാലും ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ളൊരു നീക്കം തന്നെയാണ് SIT ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ.